എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ തമിഴ്നാട് സർക്കാർ ഇന്ന് 2026 മെയ് 21 പുറത്തിറക്കിയ 12 പ്രധാന പ്രഖ്യാപനങ്ങൾ വിശദമായി കാണാൻ പോകുന്നു. വീഡിയോ അവസാനം വരെ ഒഴിവാക്കരുത്. ഈ ഉപയോഗപ്രദമായ വിവരങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും പങ്കിടുക. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യ പ്രഖ്യാപനം: തമിഴ്നാട്ടിലെ സാധാരണക്കാരിൽ കാണപ്പെടുന്ന വിളർച്ചയും പോഷകാഹാരക്കുറവും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിതരണ പദ്ധതി പ്രകാരം ഫോർട്ടിഫൈഡ് അവശ്യവസ്തുക്കളുടെ വിതരണത്തെക്കുറിച്ച് തമിഴ്നാട് സർക്കാർ സജീവമായി ചർച്ച ചെയ്യുന്നു. അതനുസരിച്ച് പൊതുജനങ്ങളെ വ്യാപകമായി ബാധിക്കുന്ന വിറ്റാമിൻ എ, ബി എന്നിവയുടെ കുറവുകൾ വിളർച്ച ഒഴിവാക്കാൻ ഇരുമ്പും ഫോളിക് ആസിഡും അടങ്ങിയ ഫോർട്ടിഫൈഡ് അരി ന്യായവില കടകൾ വഴി വിതരണം ചെയ്യും. കൂടാതെ രാത്രി അന്ധത പോലുള്ള രോഗങ്ങളെ തടയുന്ന വിറ്റാമിൻ എ, അസ്ഥി വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ഡി, പ്രോട്ടീൻ അടങ്ങിയ ഫോർട്ടിഫൈഡ് ഗോതമ്പ് മാവ് തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയ പാചക എണ്ണ റേഷൻ കാർഡ് ഉടമകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ സർക്കാർ നൽകും. രണ്ടാമത്തെ പ്രഖ്യാപനം: മുഖ്യമന്ത്രി വിജയ് അടുത്തിടെ തമിഴ്നാട്ടിലുടനീളമുള്ള 77 ടാസ്മാക് കടകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരുന്നു. ഉത്തരവ് പ്രകാരം ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരീക്ഷാ കേന്ദ്രങ്ങൾ എന്നിവയുടെ 500 മീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 53 ടാസ്മാക് കടകൾ ഇതുവരെ അടച്ചിട്ടിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ ആഴ്ച അവസാനത്തോടെ ബാക്കിയുള്ള 240 കടകൾ പൂർണ്ണമായും അടച്ചുപൂട്ടാനും ഇതു സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനും ടാസ്മാക് ഭരണകൂടം പദ്ധതിയിടുന്നു. മൂന്നാമത്തെ അറിയിപ്പ്: എല്ലാ പൊതുജനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ലളിതമായ രീതിയിൽ ലഭ്യമാക്കാനും ലക്ഷ്യമിട്ട് ചെന്നൈ കോർപ്പറേഷൻ ഒരു പുതിയ കർമ്മ പദ്ധതി അവതരിപ്പിച്ചു. ഈ അത്യാധുനിക ഡിജിറ്റൽ സേവനത്തിനായി ചെന്നൈ കോർപ്പറേഷൻ പ്രത്യേക വാട്സാപ്പ് നമ്പർ 9445061913 അവതരിപ്പിച്ചു. ഈ സേവനം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പൊതുജനങ്ങൾ ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്ത് വാട്സാപ്പിൽ ഹായ് അല്ലെങ്കിൽ വാനകം എന്ന സന്ദേശം അയക്കണം. ഉടൻ തന്നെ ചെന്നൈ കോർപ്പറേഷൻ സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു ഫോം സ്ക്രീനിൽ ദൃശ്യമാകും. നൽകിയിരിക്കുന്ന ഓപ്ഷനുകൾക്കനുസരിച്ച് പ്രതികരിച്ചുകൊണ്ട് ആളുകൾക്ക് അവർക്ക് ആവശ്യമായ സർക്കാർ സേവനങ്ങൾ തിരഞ്ഞെടുക്കാം. ഏഴാമത്തെ പ്രഖ്യാപനം: വൈദ്യുതി ബോർഡിലെ ഒഴിവുള്ള തസ്തികകൾ നികത്തിയതിനു ശേഷം മാത്രമേ തമിഴ്നാട്ടിൽ ഏറെക്കാലമായി കാത്തിരുന്ന പ്രതിമാസ വൈദ്യുതി ബിൽ പേയ്മെന്റ് സംവിധാനം പ്രാബല്യത്തിൽ വരൂ എന്ന് വൈദ്യുതി മന്ത്രി നിർമ്മൽ കുമാർ പറഞ്ഞു. റീഡിംഗ് എടുക്കാൻ ജീവനക്കാരുടെ കുറവ് കാരണം നിലവിൽ ജോലിഭാരം കൂടുതലാണെന്നും അതുകൊണ്ടാണ് പ്രതിമാസ സെൻസസ് നടത്തുന്നത് ബുദ്ധിമുട്ടുള്ളതെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം ജനങ്ങൾക്ക് തടസ്സമില്ലാത്ത വൈദ്യുതി നൽകാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ജീവനക്കാരുടെ കുറവ് പരിഹരിച്ചാൽ മാത്രമേ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സംസ്ഥാനത്തുടനീളം പ്രതിമാസ സെൻസസ് ജോലി ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒൻപതാം പ്രഖ്യാപനം: നീണ്ട കാത്തിരിപ്പിന് ശേഷം തമിഴ്നാട്ടിൽ പുതിയ റേഷൻ കടകൾക്കായി അപേക്ഷിച്ച ആളുകൾക്ക് ഉടൻ അവസരം ലഭിക്കും. പുതിയ റേഷൻ കടകൾ നൽകുന്ന ജോലികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ മന്ത്രി വെങ്കട്ട രമണൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പത്താം പ്രഖ്യാപനം: തമിഴ്നാട് സർക്കാർ ഭരണത്തിൽ സുതാര്യത കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ അഴിമതിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വിജയ് പ്രഖ്യാപിച്ചു. ഏതെങ്കിലും സർക്കാർ വകുപ്പ് പൊതുജനങ്ങളിൽ നിന്ന് വെറും 1,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടാലും ശരിയായ തെളിവുകൾ സഹിതം 1064 എന്ന നമ്പറിൽ സ്വതന്ത്രമായി അറിയിക്കാമെന്നും അത്തരം കൈക്കൂലി പരാതി തെളിവുകൾ സഹിതം സമർപ്പിക്കുന്ന എല്ലാവർക്കും 1,00,000 രൂപ ക്യാഷ് പ്രൈസ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 11ാം പ്രഖ്യാപനം: തമിഴ്നാട് റേഷൻ കടകളിലെ ക്രമക്കേടുകൾ തടയാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കുന്നു. പൊതുജനങ്ങൾക്ക് അവരുടെ പരാതികൾ അറിയിക്കുന്നതിനായി 1967 എന്ന പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പർ പ്രഖ്യാപിച്ചു. എല്ലാ റേഷൻ കട ജീവനക്കാരും പൊതുജനങ്ങൾക്ക് ശരിയായ തൂക്കത്തിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകണമെന്നും വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കണമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. തെറ്റ് ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ ഉടനടി കർശനമായ നിയമനടപടി സ്വീകരിക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 12ാമത്തെ പ്രഖ്യാപനം: തമിഴ്നാട്ടിൽ അർഹരായ സ്ത്രീകൾക്ക് നൽകുന്ന കലൈഞ്ചർ വനിതാ പ്രോത്സാഹന പദ്ധതി 2500 രൂപയായി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തമിഴ്നാട് സർക്കാർ ഊർജിതമാക്കിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പദ്ധതി എപ്പോൾ പൂർണ്ണമായും നടപ്പിലാക്കുമെന്ന സ്ത്രീകൾക്കിടയിൽ പ്രതീക്ഷകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ബജറ്റ് അവതരിപ്പിച്ചതിനുശേഷം മാത്രമേ വലിയ തോതിലുള്ള സാമ്പത്തിക വിഹിതം നൽകാൻ കഴിയൂ എന്ന് മന്ത്രി നിർമ്മൽ കുമാർ പറഞ്ഞു.